സിനിമ കണ്ടു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സിനിമ നന്നായതായി എനിക്ക് തോന്നി. കാരണം തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അതിന്റെ തിരക്കഥയും അതിന്റെ ആ ഒരു സംവിധാന ശൈലിയും തന്നെയാണെന്ന് എനിക്ക് തോന്നി. നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു 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 നല്ലൊരു തൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു ഫാമിലി എന്റർടൈനർ. ഒട്ടും ലാഗൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഒരു രംഗത്തിന് പിന്നാലെ അടുത്ത രംഗം, സംഭവത്തിന് പിന്നാലെ സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വലിയൊരു ഗ്രാൻഡ് കഥയൊന്നും അല്ലെങ്കിൽ പോലും ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പ്രധാന കാരണമാണ്. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ സിനിമ നീങ്ങുന്നുണ്ട്. ഏതാണ്ട് 2.25 മണിക്കൂർ ലെങ്ത് വരുന്ന ഒരു സിനിമയാണ്. പിന്നെ സിനിമ ഒട്ടും എഴയാത്തതിന് പ്രധാന കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അതിൽ സിനിമ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിനിമ തൂക്കിയതാര് എന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ മമിത ബൈജു തന്നെയാണ്. കിടു പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. പുള്ളിക്കാരി തന്നെയാണ് കോമഡിയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മമിതയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ആ പ്രായത്തിലും കറക്റ്റ് തമിഴ് ഡയലോഗ് ഡെലിവറിയും അതിന്റെ ഒരു ടൈമിങ്ങും ആ ഒരു കോമഡി പെർഫോമൻസും ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ടീമിനോടൊപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനും പുള്ളിക്കാരി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്നൊരു പിടിയില്ല. സമ്മതിച്ചു, അടിപൊളി. അടുത്ത് ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ പോയിരിക്കുന്ന ഫസ്റ്റ് ഹാഫാണ്. ഇന്റർവെൽ വരെ അടിപൊളിയാണ്. വളരെ വളരെ എന്റർടൈനിങ് ആണ്. എല്ലാ തരത്തിലും ഓരോ സീനും എൻജോയബിൾ ആണ്. ആ രീതിയിലാണ് അവന്റെ ഒന്നാം പകുതി പോയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം മമിത ബൈജുവും രാധിക ശരത് കുമാറും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും അവർക്കിടയിലുള്ള കെമിസ്ട്രിയുമാണ്. അത് സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇവർക്കിടയിലുള്ള രംഗങ്ങൾ, ഈ രണ്ടുപേരും തന്നെയാണ് ആ സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. ഈ രണ്ടുപേരുടെയും സീനുകൾ വരുമ്പോൾ നല്ല രസമാണ്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വരുന്ന ആ ഒരു കോൺവെർസേഷൻസും അവർക്കിടയിലുള്ള സംഭവങ്ങളും ഇതെല്ലാം നല്ല രസമാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ വളരെ കുറയുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, രണ്ടാം പകുതിയിൽ അനാവശ്യമായ കുറെ രംഗങ്ങളും കഥ സിനിമ വലിച്ചു നീട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള കുറെ അനാവശ്യ രംഗങ്ങളൊക്കെ ഒരുപാട് കയറ്റിയിട്ടുണ്ട്. എങ്കിലും ബോറടിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ശരിയാണ്, അത് ഡയറക്ടറിന്റെ കഴിവാണ്. പക്ഷെ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് അനാവശ്യമായ രംഗങ്ങളാണ് സിനിമയെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ സിനിമ തീരുമ്പോൾ വീണ്ടും നല്ലൊരു ഫീലോട് കൂടിയാണ് സിനിമ തീരുന്നത്. എല്ലാവരും കൈയടിച്ച് പോകുന്ന രീതിയിലുള്ള നല്ല തിയേറ്ററിലൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആ രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് സിനിമയ്ക്ക്. മൊത്തത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആണ്. അപ്പോ പിന്നെ അടുത്ത് സൂര്യയെ പറ്റി പറഞ്ഞാൽ സൂര്യ, ഞാൻ തുറന്നു പറയാം, ബാക്കിയുള്ളവരുടെ, ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരുടെയും എനർജിയോടൊത്ത് നിൽക്കാൻ സൂര്യ